എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിലും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ്, അതുപോലെ കുറച്ച് സവാള, പിന്നെ കുറച്ച് ക്യാപ്സിക്കം. പിന്നെ ഇതിൻ്റെ ഒന്നും അളവ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, നമ്മുടെ കയ്യിൽ ഉള്ളതുപോലെ എടുത്താൽ മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ ഞാനൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കി എടുത്തതാണ്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചിക്കന് കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ടൊന്ന് വേവിച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ വേണേലും ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടിയുടെ അളവും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. അത് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ എരിവ് കിട്ടും. അപ്പോൾ ഞാൻ അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മയോണൈസ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ലൂസാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ ബ്രെഡിൻ്റെ ഉള്ളിലൊക്കെ ഇത് വെച്ച് കൊടുക്കുന്ന സമയത്ത് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്യാബേജ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അതുപോലെ ടൊമാറ്റോ, പിന്നെ പലതരത്തിലുള്ള ക്യാപ്സിക്കം, പിന്നെ കോൺ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദയോ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറോ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ആദ്യം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം കുറച്ചുകൂടി ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 പീസ് ബ്രെഡ് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് ആദ്യത്തെ ഒരു പീസിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പീസിൻ്റെ മേലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെയും അതുപോലെ വെജിറ്റബിൾസിൻ്റെയും മയോണൈസിൻ്റെയൊക്കെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ആവശ്യത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെക്കുമ്പം പുറത്ത് പോകാത്ത രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് വേറൊരു ബ്രെഡ് പീസും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിൽ വേണേൽ നമുക്ക് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ ഒന്ന് മുക്കിയിട്ട് പൊരിച്ച് അങ്ങനെ വേണേലും കഴിക്കാവുന്നതാണ്. ഇനി നമുക്കിത് വേറൊരു രീതിയിലും കൂടി ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വേറൊരു ബ്രെഡ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഒട്ടും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് നമുക്ക് ഈ ഒരു രീതിയിൽ കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ മേലേക്ക് വേറൊരു ബ്രെഡ് പീസ് നമുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയുടെ ബാറ്ററിൽ നമ്മുടെ ബ്രെഡ് പീസ് തിരിച്ചും മറിച്ചും നന്നായിട്ടൊന്ന് മുക്കിയെടുത്തിട്ട് ഇതുപോലെ പാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ബാറ്റർ ശരിക്കും നമ്മുടെ ഈ ബ്രെഡ് പീസിൻ്റെ മേലേക്ക് ആയിട്ടില്ലെങ്കിൽ നമുക്കിതുപോലെ കൈകൊണ്ട് കുറച്ച് കോരി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ബ്രെഡ് പീസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്ററിലേക്കൊക്കെ അലിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീയെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ. ഇപ്പോൾ ഇതിൻ്റെ ഒരു വശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി അടുത്ത വശവും കൂടി ഒന്ന് റെഡിയായി വന്നോട്ടെ. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ സാൻഡ്വിച്ചും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിലും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.